ബലി പെരുന്നാളൊക്കെ വരുന്നത്. അപ്പൊ നമ്മളെ ഫാമിലെ ഒരു അടിപൊളി മുട്ടനാടിനെ കൊടുക്കാനുണ്ട്. നമ്മുടെ വലിയ ഷെഡിന്റെ ഫസ്റ്റ് കൂട്ടിൽ തന്നെ നമ്മൾ മുട്ടനാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ മുട്ടൻ. നല്ല സൂപ്പർ മുട്ടനാണ്. അപ്പൊ ഇതിനെ ക്രോസ് ചെയ്യിക്കാൻ വേണ്ടി 2 പെണ്ണാടിനും കൂടെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൂടിന്റെ ഉള്ളിൽ നിന്ന് കണ്ടാൽ മുട്ടനെ കറക്റ്റ് നമുക്ക് വലിപ്പം കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, പുറത്തിറക്കിയിട്ട് ഇവനെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മൾ കൂടിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വിടാത്ത ആടായതുകൊണ്ട് ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് കയറിട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇണക്കി നിർത്തിയതാണ്. ഇതിന്റെ കൂടെ നമ്മളിതാ ഒരു ആട്ടിൻകുട്ടിയും കൂടെ ഒരു മുട്ടൻ കുഞ്ഞിയും കൂടെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഉണ്ടായ ആടന്നെ കേട്ടോ. നമ്മള് പുറത്ത് മുട്ടനെ കൊടുത്തിട്ട് കരോളി മുട്ടനെ കൊടുന്ന് ഇവിടുത്തെ മലബാറി ആടിനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായ മലബാറി കരോളി ക്രോസ് ആണിത്. അതാണ് നമ്മളെ കരോളിയുടെ കറക്റ്റ് കൊമ്പൊക്കെ വന്നിട്ടുണ്ട്. നല്ല നല്ല വൃത്തിയുള്ള അടിപൊളി ആടാണ്. ലൈവ് വെയിറ്റിൽ ഇവന് ഏകദേശം 60 കിലോയ്ക്ക് അടുത്ത് തൂക്കം വരുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതിന്റെ ചെവിയും ഈ കൊമ്പൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാ. നമ്മൾ പെരുന്നാൾ ആവശ്യത്തിനൊക്കെ ആടിനെ വാങ്ങിക്കുമ്പോൾ ഇറച്ചി മാത്രമല്ല നോക്കുക, ആടിന്റെ ക്വാളിറ്റി നോക്കും. നല്ല നിറം, അതുപോലെ വൃത്തി, ഇതുപോലെ ഭംഗി, ഇതിനൊക്കെയാണ് നല്ല ആരോഗ്യം. മെയിനായിട്ട് നോക്കേണ്ടത് എത്രത്തോളം കരുത്തുണ്ടോ അങ്ങനത്തെ ആടുകളായിരിക്കണം. അപ്പൊ അതൊക്കെ ഇതിലെല്ലാം ഒത്തണിങ്ങിയ ഒരു ആടാട്ടവന്. ഇതൊന്ന് പേടിച്ചിട്ടാണ് നമ്മളിവനെ ഷെഡ് കൂട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവനെ കറക്റ്റ് ഇതാണ്ടോ പുറത്തിറങ്ങിയിട്ട് ഇവനിങ്ങനെ നോക്കുക, ഓടുന്നുണ്ട്. നല്ല കളിക്കും. അപ്പൊ നമ്മളെ ഇങ്ങനെ എല്ലാവർക്കും കാണാനായിട്ടാ നമ്മളിങ്ങനെ പുറത്തിറക്കിയത്. കൂട്ടിലിട്ട് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഇവനെ മനസ്സിലാവില്ല. ബിയമോള് ബീനൊക്കെ അവിടെ നോക്കുകയല്ലേ. ബലി പെരുന്നാൾ സമയത്ത് ഇതുപോലുള്ള മുട്ടന്മാർക്ക് മോഹ വിലയാണ്. അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം വളർത്തിയ റിസ്കിനൊക്കെ ഉള്ള ഒരു വില ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഒത്തു കിട്ടിയാൽ നമ്മൾ ഇതിനെ കൊടുക്കും.